ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇക്കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ചോദ്യപേപ്പറാണ് കേട്ടോ. അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. ചോദ്യം എ. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്തുവിതരണം. വിത്തുവിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം? ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്, ജന്തുക്കൾ വഴി. ഇനി എങ്ങനെയുണ്ട് മക്കളെ? കാറ്റ് വഴി, ജലത്തിലൂടെ, പൊട്ടിത്തെറിച്ച്, ഇങ്ങനെയെല്ലാം നമുക്ക് വിത്ത് വിതരണം നടക്കുന്നുണ്ട്. ചോദ്യം ബി. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? മാങ്ങയുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ചുണ്ട്. എന്തൊക്കെയാണ്? രുചി, മണം, നിറം, മാംസളമായ ഭാഗം, ഇതെല്ലാം പക്ഷികളെയും ജന്തുക്കളെയും അതിലേക്ക് ആകർഷിക്കുന്ന രീതികളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വിത്ത് വിതരണം സാധ്യമാകുന്നത്. ചോദ്യം സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യം ഏത്? വെണ്ട, പേര, അപ്പുപ്പൻ താടി, തക്കാളി. ഏതാണ്? വെണ്ടയാണ് അല്ലേ? പ്രവർത്തനം 2. ചോദ്യം എ. വിത്തുമുളയ്ക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു. സ്റ്റീൽ ഗ്ലാസ്, പയറ് എന്നിവയാണ് തന്നിട്ടുള്ളത്. ചോദ്യം എന്താണ്? വിത്ത് മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയും എഴുതുക. സാമഗ്രികൾ: മണ്ണ്, വെള്ളം, കറുത്ത കാർഡ്ബോർഡ്. പരീക്ഷണ രീതി: ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അല്പം മണ്ണിടുക. കുറച്ചു പയർവിത്തുകൾ അതിലേക്കിട്ട ശേഷം അല്പം വെള്ളം ഒഴിക്കുക. സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാത്ത തരത്തിൽ കറുത്ത കാർഡ്ബോർഡ് കൊണ്ട് ഗ്ലാസ് മൂടുക. നിരീക്ഷണം: വിത്തുകൾ മുളയ്ക്കും. നിഗമനം: വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല. ചോദ്യം ബി. വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നതുവരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബീജപത്രത്തിൽ നിന്നാണ്. ചോദ്യം സി. താഴെ പറയുന്നവയിൽ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം, ബീജപത്രം, ബീജശീർഷം, വേര്. ഏതാണ്? ബീജമൂലമാണ്. ബീജമൂലമാണ് പിന്നീട് വേരായിട്ട് മാറുന്നത് കേട്ടോ. പ്രവർത്തനം 3. നമുക്കിവിടെ ഒരു ആഹാര ശൃംഖലയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചോദ്യം എ. മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലാജാലത്തിൽ കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്തു സംഭവിക്കും? കോഴികളുടെ എണ്ണം വർദ്ധിക്കും, കഴുകന് ഭക്ഷണം ലഭിക്കാതെ വരും. ഈ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ചോദ്യം ബി. സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതുക. പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താണ് മക്കളെ? കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 കാർബൺ ഡയോക്സൈഡും 3 ഓക്സിജനുമാണ്. ഇനി ശ്വസന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഓക്സിജൻ, 4 കാർബൺ ഡയോക്സൈഡ്. ചോദ്യം സി. ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ, സാൻഡോഫിൽ, ഹരിതകം, കരോട്ടിൻ. സസ്യങ്ങളുടെ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആന്തോസയാനിനാണ് കേട്ടോ. പ്രവർത്തനം 4. ചോദ്യം എ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. നമുക്കിവിടെ ജലത്തിൻ്റെ സവിശേഷതകളുടെ ഒരു ചെറിയ ചിത്രീകരണമാണ് തന്നിട്ടുള്ളത്. ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്, താപം വഹിക്കുന്നു. ഇനി മറ്റേതെല്ലാം ജലത്തിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കറിയാം? ജലത്തിന് രൂപം മാറാൻ കഴിയുന്നു, ജലം ഒരു സാർവിക ലായകമാണ്, ജലം വിതാനം പാലിക്കുന്നുണ്ട്. ചോദ്യം ബി. മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക. പദാർത്ഥം, അവസ്ഥ എന്നിങ്ങനെയാണ് കോളത്തിൽ തന്നിട്ടുള്ളത്. ജലം എന്നുള്ള പദാർത്ഥം, ജലത്തിൻ്റെ അവസ്ഥ ദ്രാവകമാണ്. ഐസ് എന്നുള്ള പദാർത്ഥമാവുമ്പോൾ എന്താവുന്നു? ഐസ് ഖരമാണ്. അതുപോലെ വാതകം, വാതകത്തിന് ഉദാഹരണം നീരാവിയാണ്. ചോദ്യം സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏത്? കയ്യാല നിർമ്മിക്കുക, തടയണ കെട്ടുക, മുറ്റം കോൺക്രീറ്റ് ചെയ്യുക, കിണർ റീചാർജിങ് നടത്തുക. ഇതിൽ മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏതാണ്? മുറ്റം കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 5. ചോദ്യം എ. വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക. മാവ്, തെങ്ങ്, പുല്ല്, പ്ലാവ്, നെല്ല്, പേര, മുള. ഇനി നമുക്ക് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ ചെയ്യാം?
തായ്വേര് പടലമെന്നും നാരുവേര് പടലമെന്നുമുള്ള രീതിയിൽ നമുക്കിതിനെ മാറ്റാം. ഈ സസ്യങ്ങളിൽ തായ്വേര് പടലമുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? മാവ്, പ്ലാവ്, പേര. നാരുവേര് പടലമുള്ള സസ്യങ്ങൾ തെങ്ങ്, പുല്ല്, നെല്ല്, മുള. ചോദ്യം ബി. ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളിലെ ഇലകളുടെ സവിശേഷത എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, തായ്വേരുപടല സസ്യങ്ങളുടെ ഇലകൾക്ക് ജാലികാ ശിരാവിന്യാസവും നാരുവേരുപടല സസ്യങ്ങൾക്ക് സമാന്തര ശിരാവിന്യാസവും ആയിരിക്കും. ചോദ്യം സി. മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യജോഡി ഏത്? ഗോതമ്പ് ചേമ്പ്, ചേമ്പ് ചേന, ചേന വാഴ, പയർ വാഴ. ഉത്തരം പയർ വാഴ എന്നീ ജോഡികളാണ്. പ്രവർത്തനം 6. ചിത്രീകരണം നിരീക്ഷിക്കൂ. നമുക്കിവിടെ സൗരയൂഥത്തിൻ്റെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 2 കൂടി എഴുതുക. സൗരയൂഥത്തിൻ്റെ പ്രത്യേകതകളാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? സൂര്യനാണ് കേന്ദ്രം. ആകാശഗോളങ്ങൾ സൂര്യനെ ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണം. ഇനി 2 കൂടി എഴുതണം. സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ട്. ഭൂമി എന്ന ഗ്രഹത്തിൽ മനുഷ്യവാസവും ജലത്തിൻ്റെ സാന്നിധ്യവും കാണാം. ചോദ്യം ബി. കൃത്രിമോപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. കൃത്രിമോപഗ്രഹവും അതിൻ്റെ ഉപയോഗവുമാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. ആദ്യത്തേത് ഇൻസാറ്റ്, വാർത്താവിനിമയമാണ്. എജ്യൂസാറ്റ്, വിദ്യാഭ്യാസമാണ്. പ്രതിരോധത്തിന് സഹായിക്കുന്ന കൃത്രിമോപഗ്രഹം ജിസാറ്റ് ആണ്. ചോദ്യം സി. ഈ നക്ഷത്രഗണത്തിൻ്റെ പേരെന്ത്? സപ്തർഷി, വേട്ടക്കാരൻ, കശ്യപി, ഏരിസ്. ഏതാണ്? വേട്ടക്കാരനാണ്. പ്രവർത്തനം 7. താഴെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. നാരങ്ങാ വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു. നാരങ്ങാ വെള്ളത്തിൽ കല്ലുപ്പ് അഥവാ പരലുപ്പ് ചേർക്കുന്നു. ചോദ്യം എ. ഈ 2 സന്ദർഭങ്ങളിൽ ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത്? ഒന്നാമത്തെ സന്ദർഭത്തിലാണല്ലേ. എന്തുകൊണ്ട്? കാരണം അതിൽ കണികകളുടെ വലുപ്പം കുറവാണ്. കണികകളുടെ വലുപ്പം കുറയും തോറും ലീനത്തിന് ലായകത്തിൽ പെട്ടെന്ന് അലിയാനുള്ള ശേഷി കൂടും. ചോദ്യം ബി. വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന മറ്റു 2 ഘടകങ്ങൾ ഏതെല്ലാം? താപനിലയുണ്ട്, കലക്കുന്നതിൻ്റെ വേഗതയുണ്ട്, പിന്നെ കണികകളുടെ വലുപ്പമുണ്ട്. ഓക്കെ. ചോദ്യം സി. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. ജലം ചൂടാക്കുന്ന സമയത്ത് നീരാവിയാകുന്നു, തണുപ്പിക്കുന്ന സമയത്ത് ഐസാകുന്നു. അതുകൊണ്ട് 1 എന്നുള്ളിടത്ത് നീരാവിയും 2 എന്നുള്ളിടത്ത് ഐസുമാണ് വരിക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു മക്കളെ നിങ്ങൾക്ക് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ചോദ്യപേപ്പറിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പരീക്ഷയായിരുന്നു. നല്ലതുപോലെ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പർ അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്